മൊബൈൽ ഫോൺ TV കൂടുതൽ കണ്ടാൽ കുട്ടികൾക്ക് ഓട്ടിസം വരുമോ? വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഓട്ടിസം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷനിലും ഇന്ററാക്ഷനിലും ബിഹേവിയറിലൊക്കെ പ്രശ്നം വരുന്നുണ്ടല്ലോ. അപ്പം ഈ ഒരു സ്ക്രീൻ എക്സ്പോഷർ കൂടുന്ന സമയത്ത് ഇപ്പം നമ്മൾ പറയും 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 3 വയസ്സിന് മുന്നേ നമ്മൾ കുട്ടികൾക്ക് ഫോണേ കൊടുക്കരുത്, സ്ക്രീൻ എക്സ്പോഷറേ ഉണ്ടാവരുതെന്ന് പറയും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം ആ ഒരു ടൈമിലാണ് അവർക്ക് ഡെവലപ്മെന്റ് നടക്കുന്നൊരു നല്ല കൂടുതൽ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു പീരീഡ് ആണല്ലോ. അപ്പോൾ ഈ സംസാരിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. ചില കുട്ടികൾ ഈ സംസാരിച്ച് തുടങ്ങുന്നൊക്കെ ഉണ്ടാവും, ഒരു നോർമൽ ഡെവലപ്മെന്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ട് പിന്നെ പെട്ടെന്ന് സ്ക്രീനുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് അവർ സംസാരിക്കാതായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പാരൻസ് വരും. പെട്ടെന്ന് കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നെ സംസാരിക്കുന്നത് കുറഞ്ഞു. അപ്പോൾ ഇതെന്ന് പറയുമ്പം കുട്ടികളുടെ ആ ഒരു ഡെവലപ്മെന്റിനൊക്കെ ഡിലേ ആവുകയാണ് അവിടെ. അവർ കമ്മ്യൂണിക്കേഷൻ അവർക്ക് സ്പീച്ചിൽ ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ ഇന്ററാക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ അവരുടെ ആ ഒരു ഡെവലപ്മെന്റൽ പീരീഡിൽ അവർ ഒരുപാട് ആളുകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് അവർ ഒരു ഇന്ററാക്ഷൻ ഒന്നും നടക്കുന്നില്ല, കുട്ടി ഫുൾ ടൈം ഫോണിലാണ്, ഐ കോണ്ടാക്ട് വരുന്നില്ല കുട്ടിക്ക്. അപ്പം ഈ ഒരു ഇപ്പോൾ ഒരു വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഈ ഒരു സ്ക്രീൻ എക്സ്പോഷർ വന്നു കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയ പീരീഡിലെ സ്ക്രീൻ എക്സ്പോഷർ വന്നു കഴിഞ്ഞിട്ട് ഒരു വിർച്വൽ ഓട്ടിസ്റ്റിക് ആവുന്നൊരു കാര്യം ഇപ്പോൾ ഉണ്ട്. ഇപ്പം അതെ, ഈ ഒരു സ്ക്രീൻ എക്സ്പോഷറിന് ശേഷം ഇപ്പം ഈ ഫോണും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇപ്പം ഇങ്ങനത്തെ കേസുകൾ കൂടുതലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു ട്രെൻഡാണോ? അതെ, വിർച്വൽ ഓട്ടിസം. ഓക്കെ, അപ്പൊ TV ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ എന്റെ വീട്ടിലും എന്റെ എന്റെ സിബ്ലിങ്സിന്റെ മക്കളൊക്കെ ഉള്ളതാണ്. അപ്പം അവരൊക്കെ ഫുൾ ടൈം ഈ TV, കൊച്ചു TV മറ്റേത് അതിലൊക്കെയാണ്. അതെ, കോക്കോമെലോൺ പോലുള്ള ചാനൽസിലാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഓട്ടിസം വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഒരു ന്യൂ ഇൻഫർമേഷൻ ആണ്. എനിവേ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാത്രി 7:30 ദർശന TV ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് ഇത്രയും നാള് വാട്സാപ്പിലും അതുപോലെ തന്നെ അനോണിമസ് ആയിട്ടുള്ള ഒക്കെ വന്നിട്ടുള്ള ചൈൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സമാഹരിച്ച് വെച്ചതാണ്, നമ്മുടെ ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ വരുമ്പോൾ എടുത്തിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇപ്പോൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എൻ്റെ കുട്ടിക്ക് ഈയിടെയായി ബിഹേവിയറിൽ ചില ചേഞ്ചസ് കാണുന്നു. അധികം ആരോടും സംസാരിക്കുന്നില്ല, കൂടുതൽ ചിന്തിച്ചിരിക്കുകയാണ്. എന്താണെന്ന് പറയുന്നില്ല. എന്താവും അങ്ങനെ? കൂടുതൽ ചിന്തിച്ചിരിക്കുകയാണ്, ബിഹേവിയറലായിട്ടുള്ള ചേഞ്ചും ഉണ്ടെന്ന് പറയുന്നു. ബിഹേവിയറൽ കൺസേൺ ആണ്. അങ്ങനെയല്ല, അപ്പൊ ആ കുട്ടി ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്ന നല്ല ആക്റ്റീവായ കുട്ടിയായിരുന്നു എന്നുള്ളതാണല്ലോ നമുക്ക് ആദ്യം. ആ കുട്ടി അതെ, പെട്ടെന്ന് ആള് സൈലന്റ് ആയതാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ ഒന്ന് സൈലന്റ് ആയിട്ടുണ്ടാവുക എന്നുള്ളൊരു റീസൺ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ആ ഒരു റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയണമെങ്കിൽ അവർക്കൊരു സൈക്കോളജിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യനിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യണം. കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്നോ അതുപോലെ അതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല അവര്. അപ്പം ഈ കുട്ടികൾക്കൊക്കെ ഈ ചെറിയ എന്തെങ്കിലും കാര്യം മതിയാവും, ചിലപ്പോൾ പേടിച്ചിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ചില ഫോണിൽ കാണുന്ന ഇമോജീസോ എന്തെങ്കിലുമൊക്കെ മതിയാവും, ചിലപ്പോൾ പേടി വരാൻ. അതെ, അപ്പോൾ എന്തെങ്കിലും ഒരു ട്രോമ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിച്ചിട്ട് അതിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത് അവരെ നമ്മൾ കൂടുതൽ കംഫർട്ടായിട്ട് അവർക്കൊരു സംസാരിക്കണം, ഓപ്പണായിട്ട് അവരെങ്ങനെ സംസാരിക്കണം, ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സൈക്കോളജിസ്റ്റ് ആയാലും ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അവർ പതിയെ ചിലപ്പോൾ സംസാരിക്കാൻ തുടങ്ങും, ഇതാണ് എൻ്റെ പേടി എന്നൊക്കെ. പക്ഷേ ഫസ്റ്റ് വന്ന ടൈമിൽ അവർക്ക് ചിലപ്പോൾ അത് ഓപ്പണായിട്ട് സംസാരിച്ചെന്ന് വരില്ല. കാരണം ഇപ്പോൾ പാരൻസിനോട് പോലും അവരത് സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മളോട് അത് ഓപ്പണായി സംസാരിക്കണമെന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യേണ്ടി വരും, അതിന് കുറേ സെഷൻസ് വേണ്ടി വരും. അങ്ങനെ പതിയെ ആ ഒരു കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വേറൊരു ക്വസ്റ്റ്യനിലോട്ട് ക്യൂക്കായിട്ട് പോവാം. ചെറിയ കുട്ടികൾ ജെനൈറ്റൽ പാർട്ടിൽ റബ്ബ് ചെയ്യുന്നത് എന്തായിരിക്കും? ചെറിയ കുട്ടികൾ ജെനൈറ്റൽ പാർട്ടിൽ റബ്ബ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇപ്പം ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പം അവർക്ക് അങ്ങനെ ഒരു ഓർഗൻ ഉള്ളതായിട്ടൊക്കെ അവർ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്ന ഒരു ടൈം ഉണ്ടാവും. അപ്പം അവർ ആക്സിഡൻ്റലി അതൊരു ഡിസ്കവർ ചെയ്യായിരിക്കും അങ്ങനെ ഒരു ഓർഗൻ ഉള്ളതായിട്ടൊക്കെ. അപ്പോൾ അതിനുശേഷം അവർ അതെന്താണ് അതിനകത്ത് ഇപ്പം ചില കുട്ടികളുണ്ട് ഇങ്ങനെ കൈ കൊണ്ട് റബ്ബ് ചെയ്യുക, അല്ലെങ്കിൽ പില്ലോസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ടോയ്സോ അവർ ടെഡി ബിയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റബ്ബ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതൊരു സെക്ഷൽ ആക്ടിവിറ്റി എന്നുള്ള രീതിയിലായിരിക്കില്ല അവർ ചെയ്യുന്നുണ്ടാവുക. പകരം അതിൻ്റെ അകത്തുനിന്ന് എന്തോ ഒരു സുഖം, അതെ, ആ ഒരു
എക്സ്പ്ലോറേഷൻ, ബോഡി എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതും അതിൽ നിന്നെന്തോ ഒരു ചെറിയൊരു സുഖം അവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കും ആ കുട്ടി അത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ പാരൻസ് ആ ഒരു കാര്യം കുട്ടി ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാലും ഇപ്പോൾ ചിലരുണ്ടാവും ഇങ്ങനെ കൂടെ ഒന്നിച്ച് ഇരിക്കുന്ന സമയത്തൊക്കെ കുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ കളിയാക്കിയിട്ട് തമാശയാക്കുന്ന ആളുകളുണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. കാരണം കുട്ടിക്ക് അത് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടാവാനുള്ള സാധ്യത. അപ്പം നമ്മൾ ആ കുട്ടിയെ അങ്ങനെ കളിയാക്കോ അല്ലെങ്കിൽ അതൊരു തമാശയാക്കിയിട്ട് കാണാതിരിക്കുക. പിന്നെ എന്താണ്, ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിലും ഇപ്പോൾ ഈ ഓപ്പോസിറ്റ് സെക്സിന് രണ്ട് ഡിഫറെൻറ്റ് ജനേറ്റലൊക്കെ ആകുമ്പോൾ അവർക്ക് അതിലൊരു കൺഫ്യൂഷനും അല്ലെങ്കിൽ ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ, ആ കുട്ടിക്ക് അങ്ങനെയല്ലല്ലോ. അപ്പോൾ അവർ ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഏജ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതായിരിക്കും അവർ കൂടുതലായിട്ടും അതിനെ ടച്ച് ചെയ്യുക അല്ലെങ്കിൽ ബാക്കിയുള്ള ബോഡി പാർട്സ് എന്താണെന്നൊക്കെ അറിഞ്ഞു വരുന്ന ഒരു പ്രായമായിരിക്കും. എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവർ. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ആ ഒരു നമുക്കത് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ, അതായത് ഇപ്പം ഗുഡ് ടച്ച് എന്താ, ബാഡ് ടച്ച് എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഏജിനനുസരിച്ച് നമ്മൾ അതിനെ സെക്സ് എഡ്യൂക്കേറ്റ് ചെയ്യുക. അതായത് ഇപ്പം ഇങ്ങനെ തൊടാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് നോക്കാം. ഓക്കെ. അപ്പം കുട്ടികൾ എക്സ്പ്ലോർ ചെയ്യട്ടെ അല്ലേ? വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ന്യൂ ജനറേഷൻ പിള്ളേർ മൊത്തം പ്രശ്നക്കാരാണെന്ന് മുതിർന്നവർക്ക് ഒരു സംസാരമുണ്ട്. അവരുടെ കാലത്ത് ഒന്നുമില്ലാതിരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന്. ഈ ചിന്താഗതി ശരിയാണോ? വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. അത് ജനറേഷൻ ഗ്യാപ്പ് അല്ലേ? എന്ത് അതിപ്പോൾ ഓരോ ഇപ്പോൾ പാരൻസ്, നമ്മുടെ പാരൻസ് ആയാലും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. നിൻ്റെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ കേൾക്കുന്ന കേസുകൾ അല്ലെങ്കിൽ ഈ ഇഷ്യൂസ് ഒന്നും ഞങ്ങളെ കാലഘട്ടത്തിൽ ഇല്ലല്ലോ, ഇപ്പോഴാണ് ഇങ്ങനത്തെ ഓരോന്നൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ അതിനെ എല്ലാത്തിനെയും നമ്മൾ ഓവറായിട്ട് ജനറലൈസ് ചെയ്യാൻ പാടില്ല. ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ മനുഷ്യരും പണ്ടത്തെ പോലത്തെ അല്ല, ഇപ്പോഴും നമ്മൾ ടെക്നോളജീസും എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ മനസ്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസം എന്തായാലും ജനറേഷൻ മാറുമ്പോൾ എന്തായാലും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും ജനറലൈസ് ചെയ്യാണ്ടിരിക്കുക. ഓരോ കാലഘട്ടത്തിനും ഇപ്പോഴത്തെ കാലഘട്ടത്തിലായാലും കുട്ടികൾക്ക് അവരുടേതായ നല്ല ഗുണങ്ങളും ഉണ്ട്, മോശം ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് അത് നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അത് കുറച്ചുകൂടി അവരെ സെൽഫ് കോൺഫിഡൻസിനൊക്കെ ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ പാരന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 60s 70s ആൾക്കാരായിരിക്കുമല്ലോ. അപ്പം അവര് നമ്മളെങ്ങനെ പറയാം, നമ്മളെക്കാളും ഇപ്പൊ 20s കിഡ്സ് അല്ലെങ്കിൽ അതിനേക്കാളും ജെൻസി അതിനേക്കാളും താഴെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇവരിങ്ങനെയാണെന്ന് നമ്മളും പറയാറുണ്ട്. അപ്പൊ അതൊരു ജനറേഷന്റെ ഒരു പിന്നെ ഇപ്പൊ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഇപ്പോഴാണ് കൂടുതൽ ഇങ്ങനത്തെ ഡിപ്രഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ സൂയിസൈഡ് അതൊക്കെ ഇപ്പോഴാണെന്നൊക്കെ പറയും. പക്ഷെ പണ്ടും ഉണ്ടാവാം ചിലപ്പോൾ, അത് ഡിസ്കവർ ചെയ്യാതെ നമ്മൾ അറിയാത്തത് കൊണ്ടാവും. പിന്നെ പണ്ട് ഇത്തരത്തിൽ ക്ലിനിക്കുകളോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് തേടുന്ന കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അതിൻ്റെ കൊണ്ട് അത് നമ്മൾ അറിയാതെ പോയ കാര്യങ്ങളുണ്ട്, പണ്ടും ഉണ്ടാവാം. അപ്പൊ നമ്മൾ അറിയാത്തതിന്റെ ഇപ്പൊ കുറെ എന്താ പറയാ മൊബൈൽ ഫോൺസ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ടും കുറെ ആളുകൾ അറിയുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാൻ പെട്ടെന്ന്. ചൈൽഡ് സെക്ഷൽ അബ്യൂസ് നേരിട്ട കുട്ടികൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? ഇപ്പം സെക്ഷൽ അബ്യൂസ് നേരിട്ട കുട്ടികളാവുന്ന സമയത്ത് ഒന്നെങ്കിൽ അവർക്കൊരു സെക്സിനോടൊരു ഓവർ ഇത് വരും, ഇൻട്രസ്റ്റ്, അങ്ങനെ ഒരു രീതിയിലേക്ക് പോവാം. അല്ലെങ്കിൽ അങ്ങനെ അതെ, ആ ഒരു സെക്സിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് അവയർനെസ് ഇല്ലാത്ത കുട്ടിയൊക്കെ അവർക്ക് ഒരു ഓവർ സെക്ഷൽ ബിഹേവിയർ കാണിക്കാനുള്ള സാധ്യത. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ആയിട്ട് മാറാനുള്ള രണ്ട് രീതിയിലും ആവാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഇല്ലാതായി പോവാം. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ട്രസ്റ്റ് ബ്രേക്കായി പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇപ്പം ഈ ഒരു റേപ്പ് ചെയ്ത ആൾ, അവർ അബ്യൂസ് ചെയ്ത ആൾ കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ടാവും, പുറത്ത് പറയരുത്, ഭീഷണിപ്പെടുത്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അത് ചിലപ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടാവും. ഇപ്പം ചിലപ്പോൾ പാരൻസിൻ്റെ അടുത്തും കുട്ടി അത് ഷെയർ ചെയ്യാണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ പാരൻസ് പറയും ഇത് ആരുടെ അടുത്തും പറയണ്ട, ആരും അറിയണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് തൻ്റെ അടുത്ത് എന്തോ ഒരു തെറ്റ് വന്നതാണ് എന്നുള്ളൊരു രീതിയിലൊക്കെ കുട്ടികൾക്ക് തോന്നും. അപ്പോൾ അവർക്കൊരു സൂയിസൈഡൽ ടെൻഡൻസിയോ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.